മക്കളുടെ ചെറിയ പ്രായത്തിലെ രസങ്ങൾ, അവരുടെ കളിതമാശകളൊക്കെ കണ്ട് അതിലൊത്തിരി സന്തോഷിച്ച് ഭവനങ്ങളുടെ വീടിൻ്റെയൊക്കെ ജീവനായ ആ മക്കളെ കൗതുകത്തോടെ നോക്കിക്കാണുന്നവരാണ് നമ്മൾ. നമ്മുടെ മക്കളൊക്കെ ഒരല്പം ഒന്ന് വളർന്നു വലുതായി ഇങ്ങനെ വരികയാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആ ഒരു കൗതുകമൊക്കെ ഒന്ന് മാറി പിന്നൊരു വല്ലാത്ത പ്രത്യേകമായ ഒരു വളർച്ചയുടെ ഒരു നോട്ടം നമ്മളിൽ, അവരുടെ പഠനങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ആ ഒരു ടെൻഷനൊക്കെ ആയിരിക്കും നമുക്കുണ്ടാവുക. അപ്പോഴും നമ്മുടെ ഭാര്യയും നമ്മളൊക്കെ പറയും, ആ പൊടിയിലെ ഉള്ള മണം, ആ കുഞ്ഞിൻ്റെ മണം, ആ ഒരു രസം, അതൊരു പ്രത്യേക മണവും ഒരു വല്ലാത്തൊരു രസമായിരുന്നല്ലോ. ഇപ്പം നമുക്ക് ചില പൊടികളെ കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നുണ്ട്, കൊതിയുണ്ട്. നമ്മുടെ മക്കളിപ്പം എല്ലാം വളർന്നവരാണ്. അവരുടെ പഠനത്തിനെക്കുറിച്ചുള്ള ചിന്തയാണ് നമുക്കിനി അങ്ങോട്ട്. കുറേ സമയം കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിലെ പ്രായമുള്ളവർ വരെ, ഈ അടുത്തും കേട്ടു, ആ നമ്മുടെ പൊന്നുമക്കളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു, അവർക്കൊരു ജോലി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, കൊതിയോടുകൂടെ ദ്വായിരക്കുന്നു. മെല്ലെ നമ്മുടെ മക്കൾ വളർന്നു വലുതായി, അവർക്കൊരു മഈശത്തൊക്കെ റബ്ബ് കൊടുത്തു, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പിന്നീട് ഈ വാപ്പ അപ്പോഴും ഉമ്മയും ആ സമയത്തും അവരുടെ സ്നേഹം കൊതിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളോട് ചേർന്ന് ഇടപഴകിയ മക്കളുടെ സ്നേഹം വിട്ടുമാറാതെ ആ മണം ഇപ്പോഴും ഉമ്മയുടെയും വാപ്പയുടെയും മനസ്സിലുണ്ട്, ഉള്ളകത്തിലുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വിവാഹം കഴിച്ചു. അപ്പോൾ ഒരിക്കലും ആ സ്നേഹം പകുത്തു പോകാതെ, ആ സ്നേഹം പ്രിയപ്പെട്ട അവരാഗ്രഹിച്ച അവരുടെ പൊന്നു മകളെ എന്ന് വിളിച്ച മരുമകൾക്കും സ്നേഹം കൊടുക്കുന്നു. മകളെ എന്നാണ് വിളിക്കേണ്ടത്. അവർ മാമാ മാമി, അമ്മായിയപ്പ അമ്മായിയമ്മ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഏറ്റവും ഹൈർ ഉമ്മ വാപ്പ എന്ന് വിളിക്കണം. ആ ഒരു സ്നേഹം ഉണ്ടാവുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ആ വാപ്പയെ ഉമ്മയെ എന്ന് വിളിച്ച ആ പെണ്ണിനെയും പൊന്നുപോലെ സ്നേഹിച്ച്, ഈ പ്രിയപ്പെട്ട വാപ്പയുമ്മയും മകനെയും സ്നേഹിച്ച് അവരങ്ങനെ വളർന്ന് ആ മകൻ്റെ ആശ്രയത്തിൽ ഇങ്ങനെ കഴിയാണ്. ഈ ഉമ്മയ്ക്കും വാപ്പയ്ക്കും നല്ല പ്രായമേറി, വലിയ പ്രായമൊക്കെ ആയപ്പോൾ ആ സമയത്ത് ഒത്തിരി കുട്ടിത്വത്തിലേക്ക് മാറിപ്പോയവർ. കുട്ടിയെപ്പോലെ ചിണുങ്ങും, സംസാരിക്കും, പിണങ്ങും, കരയും, വല്ലാതെ ഷഠ്യം പിടിക്കും. ആ സമയത്തും ആ പ്രിയപ്പെട്ട മക്കളുടെ ആശ്രയം ആ പൊന്നുമ്മയും വാപ്പയും കൊതിക്കുകയാണ്. നിങ്ങളൊന്ന് അറിഞ്ഞുവോ? ഞാൻ എൻ്റെ മക്കളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ ചിന്തിച്ചത്. പക്ഷേ ഇവിടെ ഒരു വലിയൊരു വസ്തുതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ വിഷയത്തിലും ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്ന അതേ ടൈമിൽ തന്നെ അവരിങ്ങനെ വളർന്ന് കയറി വരുമ്പോൾ തന്നെ ഞാനൊന്ന് കണ്ണ് ചിമ്മി പെട്ടെന്ന് എൻ്റെ ഉമ്മയിലേക്കൊന്ന് നോക്കിയിരുന്നെങ്കിൽ, ആ ഉമ്മയുടെ ഹൈറാത്തുകളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവരെ ഒന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ. വാപ്പയും ഉമ്മയും നമ്മളുടെ പൊന്നുമക്കളുടെ വളർച്ച നോക്കിയവർ നമ്മളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അതല്ലേ കൊടുത്താൽ അതുപോലെ നമ്മുടെ മക്കളിൽ പകരും. പരസഹായമില്ലാതെ ഒരു മനുഷ്യനും ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. ആരും സ്വയം പര്യാപ്തത ആർക്കാണുള്ളത്? അങ്ങോട്ടൊന്ന് കൊടുക്കുമ്പോൾ അത് കണ്ട് വാപ്പുപ്പയെ സ്നേഹിച്ച വാപ്പച്ചിയുടെ സ്വഭാവം കണ്ട് ഈ മക്കളും അത് പകർന്ന് പ്രിയപ്പെട്ട അവൻ്റെ ഭാര്യയെ, അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ, ഈ വാപ്പയുടെ ഭാര്യ അവൻ്റെ ഉമ്മ പൊന്നുപോലെ സ്നേഹിക്കും. വാപ്പ കാണിച്ചു കൊടുത്ത വഴി അതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനാ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. ഒരു വലിയ ഖൈറാണ്. എല്ലാവരും അൽഹംദുലില്ലാ പറ. അൽഹംദുലില്ലാ. ഇസ്സത്തോടെ മുസ്ലിമായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്തിന് വന്നിരിക്കുകയാണ് നമ്മൾ. പല പ്രായക്കാർ, പല സ്വഭാവക്കാർ, പല ആരോഗ്യമുള്ളവർ, പക്ഷേ പ്രായമേറിയവരും ആ ഇബാദത്തിൻ്റെ കൊതിയോടെ മുസ്ലിം എന്ന ഇസ്സത്തോടെ അള്ളാഹിൻ്റെ പള്ളിയിൽ വന്നിരിക്കുകയാണ്. എത്ര ശുക്ർ ചെയ്യണം റബ്ബിനെ. അള്ളാഹു പറയുന്നു, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന്. ആ ഭാഗ്യം നമുക്ക് കിട്ടി. വലാ തുശ്രികൂ ബിഹി ശൈആ. അള്ളാഹുവിൻ്റെ ഖുർആൻ, നിങ്ങളാരും അള്ളാഹുവിലേക്ക് മറ്റൊന്നിനെ പങ്കു ചേർക്കരുതേ. തവക്കുൽ, റബ്ബിലേക്ക് തവക്കുലാക്കി ജീവിക്കണേ. നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റൊന്നും വിഗ്രഹമായി തീരരുതേ. പണമാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുതേ. നിങ്ങളുടെ സമ്പത്താണ് ഏറ്റവും മിടുക്കെന്ന് ചിന്തിക്കരുതേ. മക്കളെന്ന് ചിന്തിക്കരുതേ. നിങ്ങൾ ഒന്നിലേക്കും മഅ്ബൂദുൽ ഹഖ്, റബ്ബ് എന്ന പദവി വെച്ചു കൊടുക്കരുതേ. അള്ളാഹു മാത്രമാണ്. അള്ളാഹു സലാമത്താക്കും. എപ്പോഴും അള്ളാഹു സലാമത്താക്കും. ഇന്നലെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ് ഒരു ദുആ വസിയത്ത് പ്രതീക്ഷിച്ചിട്ടാണ് പറഞ്ഞത്. അതിന് വലിയൊരു അർത്ഥമുണ്ട്. അവരുടെ സഹോദരിയുടെ ജാബർ ഹസനി ഉസ്താദ്
ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മകൻ ഹാഫിദാണ് പൊന്നുമോൻ. കണ്ണിലൊരു ചെറിയ തട്ട് കിട്ടിയിട്ട് ഒരു പ്രയാസം ഉണ്ടായിട്ട് എത്രയോ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അരവിന്ദ് മധുരയിൽ ഹോസ്പിറ്റലിൽ, ഐ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ്. സർജറി ഉണ്ട്. അള്ളാഹു സലാമത്ത് കൊടുക്കുമാറാകട്ടെ. മുഅ്മിൻ തവക്കുലാക്കി റബ്ബിലേൽപ്പിച്ച് ചെയ്യുന്ന ഒരു ദുആ പ്രതീക്ഷിച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെയുള്ള ആബിദീങ്ങളുടെ ദുആ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു പരിപൂർണ്ണ ശിഫാ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു പരിപൂർണ്ണമായി നല്ല തെളിഞ്ഞ കാഴ്ചശക്തി അവർക്കും നമ്മൾക്കും ആ ഹാഫിദ് പൊന്നുമോനും അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മഅ്ബൂദുൽ ഹഖ് റബ്ബായി തന്നെ മരണം വരെ നിങ്ങൾ കൊണ്ടു നടക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. നോക്ക്, അജയ്യനായ റബ്ബിലേക്ക് ചേർത്തിണക്കിയിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് എന്തെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നിങ്ങൾ നല്ലവരായി നന്മ പ്രവർത്തിക്കണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, ഖൈർ ചെയ്തു കൊടുക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒത്തിരി അവരെ സ്നേഹിക്കണം. നമ്മുടെ ഇബാദത്തൊന്നും സ്വീകരിക്കില്ല. എന്ത് കൊട്ടിഘോഷം എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും വാപ്പച്ചിയുടെ ഉമ്മച്ചിയുടെ പൊരുത്തം ഇല്ലാതെ സ്വീകരിക്കില്ല. ഇന്ന് രാത്രി വിനീതൻ ഓർക്കുകയാണ്, നിങ്ങൾക്കും അതറിയാം. 17 ദിവസത്തിൻ്റെ ഇന്ന് രാത്രി, നാളെ വെളുപ്പിന് 1:15 എൻ്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക്, കാരുണ്യത്തിലേക്ക് യാത്രയായത്. 1 വർഷം തികയാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാൻ്റെ 1ാമത്തെ ആണ്ട് മജ്ലിസാണ്. അള്ളാഹു അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും മയ്യത്ത് നിസ്കാരത്തിലും ദുആയിലും ഒക്കെ എത്തിയവരാണ്. എല്ലാവരുടെയും ദുആയിൽ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തണം. കുടുംബക്കാരൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഒരല്പം അവർക്ക് വേണ്ടി ഒരു ദുആ ചെയ്ത് പിരിയണമെന്ന് ആഗ്രഹിക്കുന്നു. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ആ മാതാപിതാക്കളെ ഓർത്തിട്ട് പറയുന്ന ഒരു അനുഭവം കൂടെയാണ് ഇന്നത്തെ തറാവീഹിൻ്റെ വലിയൊരു അനുഗ്രഹം. മാതാപിതാക്കളെയും ആ പൊന്നുമകനെയും ആ പൊന്നുമക്കളെയും റഹ്മത്ത്, അള്ളാഹിൻ്റെ തൃപ്തി നിങ്ങൾക്ക് കരസ്ഥമായി എന്ന് റഹ്മത്തിൻ്റെ മലക്കുകൾ വിളിച്ചു പറയുന്ന തറാവീഹാണ് ഇന്നത്തെ തറാവീഹിൻ്റെ പ്രതിഫലം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? വലാ തഖുല്ലഹുമാ ഉഫിൻ, ഒരു ചെറിയൊരു വാക്ക് പോലും കൊണ്ട് അവരെ വേദനിപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ഉഫിൻ, ഛേ, എപ്പോഴേത് പറയാൻ പറ്റുന്ന സമയം ഓർത്ത് നോക്കിയേ. ഇപ്പോഴും നമ്മളെ മക്കൾ നമ്മളോട് പറഞ്ഞാൽ സഹിക്കൂല നമുക്കാർക്കും. ഇനി നിങ്ങളുടെ വാപ്പച്ചിയും വെച്ച് നിങ്ങൾ പറയുന്ന രംഗോർക്ക്, കണ്ണിൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ച, കണ്ണുകളാണവർ, പൊന്നുകളാണവർ, പളുങ്കുകളാണവർ, മഹത്തുക്കൾ. അവരൊന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ അവരിരുന്ന കട്ടിലോർത്ത് കരയും, അവരുടെ ഡ്രസ്സ് എടുത്ത് വെച്ച് കരയും, അവർ നടന്നതും പോയതും. ആ റൂമിലേക്ക് കയറുമ്പോൾ വല്ലാത്ത ഒരു മൂകത, ഒരു ശൂന്യത, ഒരു വല്ലാത്ത പ്രയാസം. അള്ളാഹുവേ, അവരെപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ബാത്റൂം, അതിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഉള്ളു പൊട്ടും. അവരിരുന്ന കട്ടിൽ, ആ അലമാര തുറന്നിട്ട് അങ്ങനെ ആ തുണികളിങ്ങനെ കാണുമ്പോൾ പടച്ചവനെ വല്ലാത്തൊരു ഹൃദയമിടിപ്പാണ്. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകുമാറാകട്ടെ. എന്നൊരു വാക്ക് പോലും നീ പറയരുത്. എപ്പോഴും പറയാൻ ചാൻസ് ഉള്ളത് പ്രായമേറുമ്പോഴാണ്. നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണ് അവരെ പൊന്നു പോലെ നോക്കും. നമ്മുടെ ഭാര്യ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഭാര്യ അങ്ങനെയാണ്. എല്ലാവരും പൊന്നുപോലെ നോക്കും, പൊന്നുപോലെ നോക്കും. അവരെ സ്നേഹിക്കും, അവരെ ഹിദ്മത്തെടുക്കും, അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവരെ കഴുകി കാഷ്ടമെടുക്കണോ, അത് മൂത്രമെടുക്കണോ, അത് ഛർദിലെടുക്കണോ, അത് എല്ലാം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണ് അവരെ എല്ലാം നോക്കും. ഹൈറാൻ. അവരുടെ വായിൽ നിന്നൊരു വാക്ക് വരുമ്പോൾ പ്രായമേറിയവരെ ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. എന്നൊരു വാക്ക് പോലും പറയരുതേ. വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ ഫഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ ഫഖുൽ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിന്റെ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്ക്, നീ സ്നേഹിക്ക്. അള്ളാഹുവേ, അവർക്ക് നീ ഖൈർ ചൊരിയണേ എന്ന് ദുആ ചെയ്യും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിൽ മരണപ്പെട്ടു പോയ ധാരാളം പേരുണ്ടല്ലോ, അള്ളാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. കാരുണ്യത്തിൻ്റെ നോട്ടം അവരുടെ ഖബറിടങ്ങളിലേക്ക് അള്ളാഹു നോക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മക്കൾ, നമ്മളെല്ലാം ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട്, ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവരെയും നമ്മളെയും അവ്വലിൽ അംറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഹയാത്തിലുള്ള നമ്മുടെ മാതാപിതാക്കളുണ്ട്. അള്ളാഹുവേ, അവരുടെ പൊരുത്തം തന്നിട്ടല്ലാതെ ഞങ്ങളെ നീ മൗത്താക്കല്ലേ റബ്ബേ. അവരുടെ പൂർണ്ണ പൊരുത്തവും ദുആയും പ്രാർത്ഥന എപ്പോഴും നമുക്ക് ലഭിക്കണം. അല്ലാതെ നമ്മുടെ ഒരു ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടില്ല. മാതാപിതാക്കൾ എത്ര ഉപദ്രവിച്ചവരാണെങ്കിലും, എത്ര നമ്മളെ വിഷമിപ്പിച്ചാണെങ്കിലും അവരുടെ പൊരുത്തം വാങ്ങണം. ഇതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ കടമ ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ, നിങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനെ. ഖൈറിൻ്റെ അഹലുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇന്നത്തെ നോമ്പ് തുറ നൽകിയവരെ കബൂലാക്കണേ റഹ്മാനെ. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ.
ശർറ് ബലാ മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് അവർക്കെല്ലാം കാവൽ നൽകണേ അല്ലാ. നോമ്പുകാരുടെ പ്രതിഫലത്തിൽ നിന്ന് ആ കുടുംബത്തിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരിൽ മണ്ണറയിലുള്ളവർക്ക് ജാരിയായ സ്വതക്കയാക്കണേ അല്ലാ. പകരമായി സ്വർഗീയ ഭക്ഷണപാനീയങ്ങൾ നൽകണേ റഹ്മാനെ. ഇന്ന് തറാവീഹിന് ശേഷമുള്ള കൊച്ചുമക്കളെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുവന്ന ചീരണി നാളെയും കൊണ്ടുവരുന്നത് ഖബൂലാക്കണേ റബ്ബേ. അവർക്കെല്ലാം ആഫിയത്ത് നൽകണേ റബ്ബേ, ഇസ്സത്ത് നൽകണേ റബ്ബേ, മനസ്സമാധാനം നൽകണേ റബ്ബേ. അവരുടെ മക്കളിലെല്ലാം ബറക്കത്ത് ദായിമാക്കണേ അല്ലാ. നീ നൽകിയ നിഅമത്തുകൾ വാസിയാക്കണേ അല്ലാ. റിസ്ഖിലെ വിശാലത നൽകണേ റഹ്മാനെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അവിടുന്ന് കാവൽ തേടിയ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണേ.